Hi guys, എൻ്റെ പേര് ജിതിൻ. വെൽക്കം ടു സെനോക്സ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ FPV ഡ്രോൺ ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്നവരോ ആണെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ ഞാൻ ഈ വീഡിയോ 3 പാർട്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2 and 3. ഇതുപോലുള്ള DJ ഡ്രോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ ഈസിയായി ഫ്ലൈ ചെയ്യാനും ഹോവറിംഗ് ക്യാപ്പബിലിറ്റിയും അങ്ങനെ മറ്റ് പല സെൻസേഴ്സും പിന്നെ ഓട്ടോമേഷനും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡ്രോണുകൾ ഇന്ന് നിരവധി വിപണിയിലുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ് FPV ഡ്രോൺ വ്യത്യസ്തമാകുന്നത്? ഒന്നാമതായി ഇതിൻ്റെ മാനുവൽ കൺട്രോളിംഗ് തന്നെയാണ്. ഈ ഒരു മാനുവൽ ക്യാപ്പബിലിറ്റിയാണ് FPV ഡ്രോണിനെ നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് ഫ്ലൈ ചെയ്യാൻ സ്വായത്തമാക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. FPV എന്നതിൻ്റെ അബ്രിവേഷൻ തന്നെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ് എന്നാണല്ലോ. സ്പീഡ്, അജിലിറ്റി ആൻഡ് മാനൂവറബിലിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ തേർഡ് പോയിന്റ് എന്ന്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഹൗ ടു ചൂസ് ട്രാൻസ്മിറ്റർ. നമ്മൾ ഏറ്റവും ആദ്യം FPV സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഗിയർ ആണ് ട്രാൻസ്മിറ്റർ. ഈ ഒരു ട്രാൻസ്മിറ്റർ ആണ് നമ്മൾ ഡ്രോൺ കൺട്രോൾ ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസ്മിറ്ററിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ ഈവൻ ഒരു മൊബൈൽ ഫോണോ യൂസ് ചെയ്ത് നമുക്ക് സിമുലേറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറൗണ്ട് ഒരു 6,000 തൊട്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സ്പെക്കോട് കൂടിയിട്ടുള്ള ട്രാൻസ്മിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഒരു ട്രാൻസ്മിറ്റർ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്രോട്ടോകോൾസ്. ELRS, ക്രോസ് ഫയർ, ഫുട്ടോബ, ഫ്ലൈസ്കൈ, FRSky ഇങ്ങനെ നിരവധി പ്രോട്ടോകോൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 പ്രോട്ടോകോൾസ് ELRS ആൻഡ് ക്രോസ് ഫയർ. ഇതിൽ തന്നെ ELRS ഓപ്പൺ സോഴ്സ് കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലോ റേറ്റിൽ തന്നെ നമ്മളെ ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലും കുറഞ്ഞ ട്രാൻസ്മിറ്റേഴ്സും അവൈലബിൾ ആണ്. ബട്ട് നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫായ ബജറ്റ് ഫ്രണ്ട്ലി ആയ ബിൽഡാണ് നോക്കുന്നതെങ്കിൽ റേഡിയോ മാസ്റ്റർ പോലുള്ള ട്രാൻസ്മിറ്റർ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, സിമുലേറ്റേഴ്സ്. എന്താണ് സിമുലേറ്റേഴ്സ്? നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ PC-യിലോ ലാപ്ടോപ്പിലോ ഇനി ഈവൻ മൊബൈൽ ഫോൺ കൂടി ആകട്ടെ നമുക്ക് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. PC-യിലും മൊബൈലിലും സപ്പോർട്ട് ചെയ്യുന്ന പെയ്ഡും അൺപെയ്ഡുമായ പല സിമുലേറ്റേഴ്സും ഇന്ന് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ച് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സിമുലേറ്റേഴ്സ് ഞാൻ പറയാം. അതിനു മുൻപ് നമ്മൾ FPV ഫ്ലൈയിങ്ങിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രീ സ്റ്റൈൽ, റേസിംഗ്, സിനിമാറ്റിക്. ഇത് 3 ടൈപ്പ് ഓഫ് ഫ്ലൈയിങ് ആണ്. ഇതിലേതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നീഷ് ഏരിയ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. DRA, അൺക്രാഷ്, ലിഫ്റ്റ് ഓഫ്, ട്രിപ്പ് FPV, DCL, വെലോസി ഡ്രോൺ. ഇതൊക്കെയാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് തരുന്നതായി എനിക്ക് തോന്നിയ സിമുലേറ്റേഴ്സ്. നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ DRA പോലുള്ള സിമുലേറ്റേഴ്സ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് സിമുലേറ്റേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഫ്രീ സ്റ്റൈൽ അല്ലെങ്കിൽ സിനിമാറ്റിക് ടൈപ്പ് ഓഫ് ഫ്ലൈയിങ് ആണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എങ്കിൽ അൺക്രാഷ്, ലിഫ്റ്റ് ഓഫ്, ട്രിപ്പ് FPV തുടങ്ങിയ സിമുലേറ്റേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു റേസിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വെലോസി ഡ്രോൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ FPV ഡ്രോൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വരും വീഡിയോകളിൽ FPV ഡ്രോണുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും ട്യൂട്ടോറിയലുകളും എല്ലാം ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ്.